ജി അതായത് 2021 അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് കിട്ടിയില്ല. 2026 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പാർട്ടി ഇന്നലെ ആർ നാസറൊക്കെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. ഇത് ആഗ്രഹിക്കുന്നു, 26ലും മത്സരിക്കണം എന്നാഗ്രഹിക്കുന്നു. ഈ രണ്ട് കാരണങ്ങളിൽ നിന്നാണോ ഈ നിലയിലേക്ക് ഒരു ജി സുധാകരനായി അദ്ദേഹം മാറപ്പെട്ടത്? ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ അമ്പലപ്പുഴയിലെ CPIM പറയുന്നത്? ആ നിലയിൽ CPIM ഇതിനെ ചെറുക്കുന്ന നിലയിലേക്ക് സജ്ജമായി കഴിഞ്ഞു. നമ്മൾ പാർട്ടി സജ്ജമായി ഇന്നലെ കണ്ടല്ലോ. നമ്മൾ സുധാകരൻ സഖാവിനോട് ചോദിച്ചത് തന്നെയായിരുന്നു, രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ? നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയി ജി സുധാകരൻ UDF ആയി മാറുന്ന സാഹചര്യമായല്ലോ. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പോകാം. UDF ആയി കഴിഞ്ഞോ? ഏറെക്കുറെ UDF ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് BJP കൂടെ ആകാൻ സാധ്യത ഉണ്ടെന്നുള്ള. അല്ല, ആ വാർത്താ സമ്മേളനത്തിൽ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. BJPയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതെ, UDF ആയതുപോലാണ്. UDF ഏറെക്കുറെ ആയി കഴിഞ്ഞു. ഏറെക്കുറെ UDF ആയിട്ടുണ്ട്. പക്ഷേ പുന്നപ്രയുടെ ഒരു പശ്ചാത്തലം അറിയാമല്ലോ. ഒരാളും അങ്ങനെ ഈ പാർട്ടിയെ വഞ്ചിച്ചാൽ ചതിച്ചാൽ പാർട്ടി അടങ്ങിയിരിക്കില്ല. പാർട്ടി ബന്ധുക്കളൊന്നും അടങ്ങിയിരിക്കില്ല. എന്തോ ഓരോ ആളുകളാണ് രാവിലെ മുതൽ വിളിക്കുന്നത്. എന്താ അവരൊക്കെ പറയുന്നത്? അവർ പറഞ്ഞത് നേരത്തെ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കണമായിരുന്നു. നേരത്തെ ഇന്നലെ ആർ നാസർ ജില്ലാ സെക്രട്ടറി അതൊരു വീഴ്ചയായി, തെറ്റായി, സ്വയം വിമർശനമായി പറയുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ തരത്തിൽ നടപടികളിലേക്ക് പോകേണ്ടതായിരുന്നു. അതെ, നമ്മളിപ്പോൾ ഇത്രയും പരിഗണന കൊടുത്തില്ലേ? VSന് ഇത്രയും തവണ മത്സരിപ്പിച്ചിട്ടില്ല പാർട്ടി. VSൻ്റെ മുകളിലല്ലല്ലോ ആരും. ഈ ജില്ലയിലാരും VSൻ്റെ, കേരളത്തിലാരും VSൻ്റെ മുകളിലല്ല. ഗൗരിയമ്മയ്ക്ക് മുകളിലല്ലല്ലോ. ഗൗരിയമ്മയ്ക്ക് കൊടുക്കാത്ത അത്രയും അവസരം കൊടുത്തു. ജി സുധാകരൻ അത്രയും കൊടുത്തല്ലോ. 2 തവണ മന്ത്രി, 10 വർഷം മന്ത്രിയായിരുന്നു, 20 വർഷം MLA ആയി തുടർച്ചയായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ 80 വയസ്സായിപ്പോൾ. 80 വയസ്സായാൽ ആലപ്പുഴയിലെ പാർട്ടിയിലെ കാരണവരായിരിക്കാമായിരുന്നു. ഇവിടുത്തെ പാർട്ടിയുടെ ഒരു കാരണവരായിരിക്കായിരുന്നു. അപ്പുറത്ത് ഗുരുദാസ് സാഹു ഇരിക്കുന്ന കണ്ടില്ലേ? ഈ പാർട്ടിയോടൊപ്പം നിൽക്കുകയല്ലേ. ഗുരുദാസ് സാഹു പ്രായമായി, കണ്ടില്ലേ? അതൊക്കെ ഉദാഹരണങ്ങളല്ലേ. 100 ഉദാഹരണങ്ങളില്ലേ നമ്മുടെ കേരളത്തിൽ. അതെ, ഇന്നും ആദരണീയനായി ശ്രീ സഖാവ് പാലളി മുഹമ്മദ് കുട്ടി ഇപ്പോഴും സജീവമായി തന്നെ. രവീന്ദ്രനാഥ് ഇന്ന് ഈ പാർട്ടിയിൽ ജി സുധാകരൻ ഉണ്ടായിരുന്നു. സഖാവ് പറയുമ്പോൾ മാറ്റണമെന്നുള്ളതാണ്. ഈ സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിയിൽ ആലപ്പുഴ ജില്ലയിൽ ആരാണ് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഈ പാർട്ടിയുടെ അദ്ദേഹത്തെ പാർട്ടി പരിഗണിച്ചിട്ടില്ല, അദ്ദേഹത്തിന് പൊതുപരിപാടി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഇന്നലെ മുതൽ കണ്ടൊരു കാഴ്ച, CPIM അതിന് മറുപടി, അതിന് വിശദീകരണം, അതിൻ്റെ വസ്തുത മറ്റൊന്നാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിൽ പറയാവുന്നതല്ല. ജി സുധാകരൻ ഇല്ലാത്തൊരു പരിപാടി ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ജി സുധാകരനെ പരിപാടി ഇടുന്നത്, ആ പരിപാടി എന്താകണം, എങ്ങനെയാകണം, എവിടെ വെച്ചാകണമെന്ന് തീരുമാനിച്ചിരുന്നത് ജി സുധാകരനല്ലേ. അങ്ങനെ ജി സുധാകരനെ ആലപ്പുഴയിലെ പാർട്ടി അവഗണിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുലാം 10-ന് വയലാറിലേക്ക് പോകുന്ന ഒക്ടോബർ 27-ന് വയലാറിലേക്ക് പോകുന്ന ദീപശിഖാറിലെ VSൻ്റെ കാലശേഷം കൊളുത്തി നൽകുന്ന ഉത്തരവാദിത്വം പാർട്ടി അദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ സുധാകരനെ അതിനെക്കാട്ടി വലിയ അംഗീകാരം വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുപോലും കളഞ്ഞു കുളിച്ചു എന്നുള്ളതല്ലേ സത്യം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് അമ്പലപ്പുഴയിൽ ഒരു സുധാകര വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലാകെ ഈ തൊഴിലാളി വർഗ്ഗം ഇന്ന് ജി സുധാകരന്റെ പേര് പറയാൻ, പേരിന്റെ കൂടെ സഖാവ് എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ ഇന്നലെ അവിടെ തിരുത്തുന്നുണ്ടായിരുന്നു അല്ലേ? ആർ നാസറോ ജില്ലാ സെക്രട്ടറി സംസാരിച്ചു. അതെ, തിരുത്തുകയാണ്. ആരാ പറഞ്ഞേ? അത് ശരി, അവിടെ പറഞ്ഞോ? താങ്കളാണോ പറഞ്ഞത്? സ്ത്രീകളാണ് പറഞ്ഞത് അല്ലേ? എൻ്റെ അടുത്തിരുന്ന സ്ത്രീകൾ പറഞ്ഞത് അത് നാസർ സഖാവ് സ്വാഭാവികമായിട്ടൊരിതാണ്. അല്ല, അത് സഖാവ് ജി സുധാകരനല്ല. അദ്ദേഹം എപ്പോഴും വിളിക്കുന്ന ഒരു ശീലത്തിൽ നിന്ന് സുധാകരൻ സഖാവ് എന്ന് പറഞ്ഞു. സഖാവ് ജി സുധാകര സർ ഇങ്ങനെയാണ് പറയുന്നത്, സഖാവ് ജി സുധാകര സർ. അപ്പം അങ്ങനെ 2-3 ബഹുമാനങ്ങൾ കൂടിയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നാസർ സഖാവ് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായ പ്രതികരണം അദ്ദേഹം പറഞ്ഞു. അടുത്തിരുന്ന സ്ത്രീകൾ അങ്ങനെ പറയണ്ടെന്ന് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അല്ലാതെ ഇരുന്നോണ്ടല്ല. അങ്ങനെ പറയരുത്. ജില്ലാ സെക്രട്ടറിയെ തിരുത്തിച്ചു. സ്ഥിരമായിട്ട് ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര റെസ്പെക്ട് കൊടുത്തതാണ്. ആലപ്പുഴയിലെ സീനിയർ നേതാവാണ്.